ഹലോ മച്ചാമാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല പട്ടിണി കിടന്നു വേണം നാടൻ വര. ചേറും വേണമെങ്കിൽ കഷ്ടിച്ച് പറയാം, അത്രയൊക്കെ ഉള്ളൂ കേട്ടോ, അത്രേ ഉള്ളൂ. ഇവിടുത്തെ ചൂണ്ടക്കാരന്മാരൊക്കെ ഇന്ന് പൊരിക്കാനുള്ളതായിട്ടുണ്ട്. ടുട്ടുവിന് പൊരിക്കാനുള്ള മീൻ തന്നു. ഇത് ഓണല്ലായിരുന്നു, രാവിലെ തന്നെ നമ്മുടെ ബുൾഫ്രോഗിൽ ചേർമീൻ. എന്ത് രസമുണ്ട് എന്തായാലും, 1 കിലോ പ്ലസ്. ആഹാ, വിരിഞ്ഞ് നിൽക്കുന്ന നിപ്പ് കണ്ടവനാ വിരിഞ്ഞ് നിൽക്കും. കുഴപ്പമില്ലാത്ത സൈസ്. കറുത്ത നാടൻ, നല്ല കറക്കറാന്നിരിക്കുന്നുണ്ട്, കറക്കറാന്ന്. ഹലോ മച്ചാമാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നലെയൊക്കെ അത്യാവശ്യം മഴയുണ്ടായിരുന്നു. എന്നുവെച്ചാൽ തകർപ്പ് മഴയില്ല, എന്നാലും നമ്മുടെ തോടുകളിലൊക്കെ വെള്ളം ഒരല്പം കൂടെ നല്ല രീതിയിൽ കയറിയിട്ടുണ്ട്. അതേ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്നലെ ഇവിടെ വന്നായിരുന്നു അടിക്കാൻ, പക്ഷെ ഇന്നലെ നമുക്കൊന്നും കിട്ടിയില്ല, മഴയായിട്ട് തിരിച്ച് കയറി. അപ്പോൾ നമ്മൾ രാവിലെ വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒരല്പം ഉണ്ട്, ഇവിടെ ഇല്ലെങ്കിൽ വേറെ സ്പോട്ടിലോട്ട് പോയി നോക്കാം. അപ്പോൾ അതെല്ലാവരും നോക്കാം. അപ്പം അതുപോലെ തന്നെ നമ്മൾ ചിലപ്പം വീഡിയോ ഇടുന്ന നമ്മൾ ഒരു ദിവസം മാത്രമായിരിക്കും ചിലപ്പം ഇതിനകത്ത് തന്നെ പല ദിവസങ്ങളിൽ ഒന്നിച്ചുള്ള വീഡിയോയും കൂടെ ചിലപ്പോൾ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നതായിരിക്കും. കാരണം മീനടിയൊക്കെ വളരെ ഷോവാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു വീഡിയോ ആയിരിക്കും നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അടിച്ചു സൈലൻ്റ് അടിയായിരുന്നു കേട്ടോ. സൈലൻ്റ് അടിയായിരുന്നു, നല്ലെടുത്ത്, നല്ല നാടൻ. നല്ല പട്ടിണി കിടന്നവനാന്ന് തോന്നുന്നു കേട്ടോ. നീളം കണ്ടോ, വണ്ണമില്ല, നീളമുണ്ട്. നല്ല പട്ടിണി കിടന്നവനാണ്, നാടൻ വരാല്. പാവം ചെന്ന് വീണ് ഫ്രോഗ് ഇറങ്ങിയതുമില്ല, എങ്ങനെ അടിച്ചെന്ന് പോലും ഓർമ്മയില്ല. കാരണം ഞാൻ ഫ്രോഗിനെ വലിക്കാൻ നേരത്തെ തന്നെ മീനുണ്ട് കണ്ടോ. അടിച്ച് ചെന്നപ്പോൾ തന്നെ ഇങ്ങനെ എടുത്തുകൊണ്ട് മൂടുമായിരുന്നു. പെട്ടെന്ന് നമുക്ക് കുല്ലിലോട്ട് മാറ്റാം. ചെറുമീനാണ്. ചെറുമീൻ. വാവ്, വീണ്ടും നമുക്ക് ഇവിടുന്ന് മീൻ. ഇത്തവണ അടിപൊട്ടി ചെറുമീൻ. വാവ്, കൊള്ളാം. ഓട്ടം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ചെറുമീനായിരിക്കുമെന്ന്. ഗുഡ്. ഇളക്കാതെ നമുക്കിനെടുക്കാം. കണ്ടോ, എന്തേ തുറക്കുന്നില്ല ഇപ്പം. ഇവിടെ ഒന്ന് തുറക്കട, ഒന്ന് കാണിക്കട എല്ലാവരും. അതെ, അടിച്ച് കയറ്റി വെച്ചിട്ടുണ്ട് അകത്ത്. എടുക്കുക എന്ന് പറയുന്നതാണ് പരിപാടി. പെട്ടെന്ന് എടുത്ത് കേട്ടോ. ഒരു കിലോ ഉണ്ട്, 1 കിലോ പ്ലസ് വേണം. ഒരു 1.25 കിലോ വേണമെങ്കിൽ കഷ്ടിച്ച് പറയാം, അത്രയൊക്കെ ഉള്ളൂ കേട്ടോ, അത്രേ ഉള്ളൂ ചെറുമീൻ. പിന്നെ ആക്ടിവിറ്റീസ് കാണിക്കുന്നുണ്ട്. നമുക്ക് ആളുകൾ ഇവിടെ വരുന്നതിന് മുമ്പ് നമുക്ക് കയറി തുടങ്ങാം. പെടാതെ കൊല്ലിയിലോട്ട് മാറ്റാം. കുഴപ്പമില്ല, 1-2 എണ്ണം കിട്ടി, അത്രേ ഉള്ളൂ.
എന്തെടുക്കാം ഞാൻ? ഓ വേറെ ഇല്ലില്ല. മീൻ കിട്ടണ്ടേ? മീൻ കിട്ടണ്ടേ? അടിപൊളി. ഓഫ് കാറ്റ്. ഊരിപ്പോയി. സൈഡ് കയറുന്ന അടിച്ച്. ചെറുതായിരുന്നു. ഊരിപ്പോയി. വൈകുന്നേരങ്ങളിൽ ആദ്യത്തെ ഊരിപ്പോക്ക്. ഊരിപ്പോയി. എന്ത് തവള ഉണ്ടല്ലോ ഈ സൈഡിലേക്ക്. വൈഷ്ണവ സൈഡിൽ നിന്നോ എന്തറിയോ? Fish on. സൈസ് കണ്ടോ ഒരാളുടെ? ഈ ഞോട്ടേഷ് എന്തിനാടാ? കിട്ടും ഉറപ്പായിട്ടും കിട്ടും. അവനെ റിലീസ് ചെയ്തേക്കാം. ചെറുതല്ലേ, തീരെ കുഞ്ഞടാ. ആണോ? കിട്ടുന്നാടാ? എന്നാ ഓക്കെ. എടാ എൻ്റെ ലാസ്റ്റ് ഓറയിൽ സഞ്ചിയുണ്ട്. എന്നാ എന്നാ ടുട്ടു. ഇവിടുത്തെ ചൂണ്ടക്കാരന്മാരൊക്കെ അമ്മ വിചാരിച്ചാണ് ഞാൻ രാവിലെ മീൻ കിട്ടിയെന്ന് പറഞ്ഞില്ല. ആരും അറിഞ്ഞില്ല എനിക്കിവിടുന്ന് മീൻ കിട്ടിയ കാര്യം. അതുകൊണ്ടാണ് അതിൽ നിന്ന് ആരും ഇങ്ങോട്ട് പൊങ്ങാഞ്ഞ്. അല്ലെങ്കിൽ ഇവിടെ 4-5 എണ്ണം പൊങ്ങണ്ടി ഇപ്പോൾ സമയത്ത്. വലുതല്ലടാ, ചെറുതാ. നോക്കട്ടെ. ടുട്ടുവിന് ഇന്ന് പൊരിക്കാനുള്ളതായിട്ടുണ്ട്. ടുട്ടുവിന് പൊരിക്കാനുള്ള മീൻ തന്നു. ടുട്ടുവിൻ്റെ കോട്ട ഇതുകൊണ്ട് തീരുന്നു ഇവിടെ. ഇനിയുള്ള എല്ലാം ഞൗക്ക കിട്ടുന്നതല്ല ടുട്ടുവിന്. ഇതും ടുട്ടുവിന് എടുത്തു. 2 എണ്ണം എടുക്കാമല്ലോ, ബാക്കി അക്വരത്തിട്ട്. ഇതൊരു കാക്കിലുണ്ടോ? ഞൗക്ക് കിട്ടുന്നതല്ല ടുട്ടുവിന്. നാടന്മാരല്ലേടാ? നാടനാ, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇല്ല പോത്തില്ല. എന്നാ നല്ല എടുത്തിട്ടോ. ഞാൻ എങ്ങനെയാ? എടാ നീ ഇല്ലേ മറ്റേ സാനിറ്റൈസർ കിട്ടും, അത് മേടിച്ചോണ്ടാണ്. സാധാരണ ഗ്ലൗസ് ഇട്ടോണ്ടായിരുന്നു. പട്ടി പറയാനാ പോവാ. ജിംബൂട്ട് പോലും ഇന്നിട്ടിട്ടില്ല. നമ്മളിത് അടുത്ത ദിവസം ഇറങ്ങിയിട്ടുണ്ട്. 3-ാമത്തെ ദിവസം അല്ലേ? 3-ാം ദിവസം തോന്നുന്നു. നമുക്ക് കഴിഞ്ഞിടയ്ക്ക് ചെറുമീൻ മിസ്സായ സ്പോട്ട് അവിടെയാണ് നമ്മൾ വന്നേക്കുന്നത്. പക്ഷേ വെള്ളമുണ്ട് നല്ല രീതിയിൽ. നോക്കാം. ഈ കണ്ടത്തിൽ വെള്ളമുണ്ടെങ്കിൽ നമുക്ക് മീൻ അടിക്കാൻ പറ്റും ഈ കണ്ടത്തിനകത്ത്. സോ നോക്കാം. ഒരബദ്ധം പറ്റി. ക്യാമറയുടെ ഇത് ഓണല്ലായിരുന്നു. രാവിലെ തന്നെ നമ്മുടെ വുൾഫ്രോഗിൽ ചെറുമീൻ
എന്തൊരവസ്ഥയാണേ. ക്യാമറ ഓണല്ല. ഒരു കിലോ റേഞ്ച് ഉണ്ട്, 1 കിലോ റേഞ്ചേ ഉള്ളൂ. അപ്പോൾ ഇവനെ നമുക്ക് കൊല്ലിലോട്ട് മാറ്റാം. കാണിച്ചേക്കണ്ടേ, ഇതാണ് മുതൽ. 1 കിലോ പ്ലസ് ഉണ്ട്, എന്തായാലും 1 കിലോ പ്ലസ്. ആഹാ, വിരിഞ്ഞ് നിൽക്കുന്ന നിപ്പ് കണ്ടവനെ, വിരിഞ്ഞ് നിൽക്കുന്ന ബുള്ളിലടിച്ച ബുൾ ഫ്രോഗാണ് നമ്മുടെ ഒരു 100 രൂപ റേഞ്ച് വരുന്നൊരു ഫ്രോഗാണ്. ഇത്രയും വെള്ളം കയറി കിടക്കുമ്പം ഇവിടെ ഇതിൻ്റെയൊക്കെ ആവശ്യമേ ഉള്ളൂ നമുക്ക്. അയ്യോ ഗ്രിപ്പറേന്നോ അവനങ്ങ് പോയി. ഇതേ പോന്നു. ഇവിടെ പോകാനാ, കരയിലായോണ്ട് അവൻ്റെ വിളയാട്ടമൊന്നും ഇവിടെ നടക്കത്തില്ല. കെട്ടി ഇവിടെ കിട്ടാതെ, അവിടെ കുറച്ച് വെള്ളമായി ഉണ്ട്. ഓക്കെ ഫൈൻ. എൻ്റെ നനച്ചു നാറി രാവിലെ തന്നെ എല്ലാം. ഫ്രോഗ് കണ്ടോ, ഫ്രോഗ് ഈ ഒരു പരുവാക്കി അടിച്ച്. ചെറുമീനെ സംബന്ധിച്ച് ചെറുമീൻ വലിയ ഫ്രോഗൊക്കെയാണ് ഏറ്റവും നല്ലത്. ചെറുതിനകത്ത് അടിക്കത്തില്ലെന്നല്ല, അടിക്കും. പക്ഷേ വലുതൊക്കെ ഇടുമ്പോഴാണ് കൂടുതൽ ഇച്ചിവിടെ സൗണ്ട് എനിക്ക് കിട്ടാറുള്ളത്. പിന്നെ ഇവിടെ നിന്നൊരു കാര്യമില്ല, വള്ളം ഇവിടെ ഇറങ്ങിയായിരുന്നു. അപ്പോൾ ഇനി പഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നമുക്ക് ചെറുക്കെ സ്പോട്ട് മാറ്റി വേറെ വേറെ സ്ഥലങ്ങളിലോട്ട് നമുക്ക് ചേക്കേറാം. അടിച്ചടിച്ചു. കുഴപ്പമില്ലാത്ത സൈസ്. കുറച്ച് നേരമായിട്ടാണ് അവിടെ ഉണ്ടായിരുന്നു. അവനെ സ്കെച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ സ്കെച്ചിനകത്ത് അവൻ കയറി. നാടൻ വരാല. കൊള്ളാം. വാ, അടുത്ത നാടൻ ചെറുതാണ്. ഇതൊക്കെ എടുക്കാൻ പറയും വരുക. നാക്കെല്ലാം കൂടെ ഒരാൾ ഉളുക്കി പറഞ്ഞു പെടയാതെ നാടൻ വരാൽ കണ്ടോ, കറുത്ത നാടൻ, നല്ല കറക്കറാന്നിരിക്കുന്നുണ്ട്. കറക്കറാന്ന് നമ്മുടെ എലിക്കുട്ടനെല്ലാം അടിച്ചിട്ടുണ്ട്. വീണ്ടും മഴക്കൂർ ഇവിടെ കയറുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഒരെണ്ണോടൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് 1 കിലോ വരാലാവും, 1 കിലോ ചെറുമീനും ആവും, നമുക്ക് ഇറങ്ങിയത് മുതലും ആകും. നമുക്ക് ഇവനെ ഒന്ന് എടുക്കാം. ഓക്കെ, ഇവിടെ ഇങ്ങനെ തോടാണ്. അപ്പം തോട്ടിൽ നിന്ന് ഇവിടെ ഇങ്ങനെ വെള്ളം കയറുമ്പോൾ ഇവിടെയൊക്കെ വരാൽ നിൽക്കുന്ന. അപ്പം വെള്ളമൊക്കെ ഓൾറെഡി വലിഞ്ഞ് തുടങ്ങി. പിന്നെ അബദ്ധത്തിൽ നമുക്കിതൊക്കെ കിട്ടുന്ന കേട്ടോ. അപ്പം നമുക്ക് ഇവിടുന്ന് കയറാം. ഒരു നല്ലൊരു മഴക്കോള് സൈഡിൽ നിന്ന് കയറി വരുന്നുണ്ട്. ഇന്നലെ നല്ല വെയിലായിരുന്നു. ഇന്നപ്പം നമ്മളെ നനയ്ക്കാനാണ് ഉദ്ദേശം. മഴ ചാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഇവിടുന്ന് കയറാം.
അപ്പോൾ കുറച്ച് ദിവസത്തെ വീഡിയോസ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആയിരിക്കും. ഒരുപാട് ലെങ്തോ കാര്യങ്ങളോ കാണത്തില്ല. കാരണം ചെറിയ ചെറിയ വീഡിയോസ് അങ്ങ് ഇട്ടിട്ട് പോകാം നമുക്ക്. കാരണം മീനടി വളരെ കുറവാണ്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. കാരണം 3-4 ദിവസമൊക്കെ ഇറങ്ങുമ്പോഴായിരിക്കും 4-5 അല്ലെങ്കിൽ 3-4 മീൻ കിട്ടുന്നത്. ഇന്ന് നമുക്ക് എന്തായാലും ഒരു 1.5 മീൻ കിലോ കിട്ടി. ഒരു ചെറുമീനും പിന്നെ ചെറിയ 2 വരലോ 1.5-3 കിലോ കാണും. ഞാൻ തൂക്കിയില്ല, വെയിറ്റിംഗ് മെഷീൻ കയ്യിലുണ്ട്, എന്നാലും തൂക്കുന്നില്ല, അത്രയും കാണും. നമുക്കൊരു ഊഹക്കണക്കാണത്. അപ്പോൾ ഇനിയിപ്പം എങ്ങും കയറാൻ വേറെ സ്പോട്ടിൽ പോയിട്ട് പോകാൻ നമുക്ക് സമയമില്ലാത്തതിൻ്റെ അല്ല, മഴ വരുന്നുണ്ട്, പോയിട്ടും കാര്യമില്ല. എന്നാലും പോകുന്ന വഴിക്ക് നമുക്ക് തന്നെ നോക്കാം. സോ അടുത്ത ദിവസങ്ങളിൽ നല്ലൊരു ഫിഷിംഗ് വീഡിയോ കാണുമ്പോൾ എല്ലാ പ്രിയപ്പെട്ട ഞങ്ങളുടെ മത്സ്യമാർക്കും ടാറ്റ. മീനുകളെല്ലാം നല്ല രീതിയിൽ കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. മീനുകൾ കിട്ടുന്നില്ല. മീൻ വേണം, കാരണം മീൻ വളരെ കുറവാണ്. മീനുണ്ട് പക്ഷെ അടിക്കുന്നില്ല, അതാണ് പ്രശ്നം. ഓക്കെ.